Okay, we were studying about measurement, isn't it? So take page 123. In that the 3 lines have been given, and I asked you to find out which line is the longest one compared to that other 2. Which is the longest one? Justus? Page 123. Okay, all lines are same, but since the arrow marks the shape, one has been to inside closed arrow mark, and another one has been given the arrow mark like outwards. So it looks different, but the length is same. And Justice, what are you writing now? Stop writing. Pen down, pen down. Okay. And see the tumblers. 2 tumblers have been given with juices, and one looks somewhat long, but it is thin. But the second one is somewhat short, but it is a fatty one, isn't it? A width one. So, and the amount of juice in both glasses are same. അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നു, പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ജ്യൂസിന്റെ അളവ് സെയിം ആണ് അല്ലെ? ഓക്കെ. Next, we shall study physical quantities, page 124, physical quantities. Think of different things that we measure in our daily life. Daily, in our daily life, we measure many things. Sometimes if we go to shops, we'll buy 1 liter of oil. And from the same shop, we'll ask for 1 kg of sugar. And from the same shop, we'll ask for 1 meters of elastic. Elastic means elastic that we used in our clothes and all, isn't it? Like that, where different types of measurements daily we are taking in our daily activities. നമ്മുടെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് പല തരത്തിലുള്ള മെഷർമെന്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 500 മില്ലി എണ്ണ വേണമെന്ന് പറയും, അല്ലെങ്കിൽ മിൽമയിൽ പോയിട്ട് 1 ലിറ്റർ പാല് വേണമെന്ന് പറയും. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്, പിന്നെ നമ്മള് പിന്നെ 1 മീറ്റർ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ 1 മീറ്റർ തുണി വേണമെന്ന് പറയും. പിന്നെ നമ്മള് എവിടെയെങ്കിലും പോവുക, സ്കൂളിലേക്ക് ഡിസ്റ്റൻസ് നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ ഞാൻ നടന്നു എന്ന് പറയും അല്ലെ? അങ്ങനെ ഡിഫറെന്റ് വേസിലുള്ള മെഷർമെന്റ്സ് ഡെയിലി വി കം അക്രോസ്. പക്ഷെ ഇത് ഡിഫറെന്റ് വേസിലാണ്, പല തരത്തിലുള്ളതാണ്. ചിലത് ലിറ്ററിൽ പറയും, ചിലർ മില്ലി ലിറ്ററിൽ പറയും, ചിലത് നമ്മൾ കിലോമീറ്ററിൽ പറയും, ചിലത് kg, 1 kg, 2 kg, 50 grams, 500 grams like that അങ്ങനെ പറയും. Some we will tell in minutes or seconds or in hours and all. അങ്ങനെ പല വേസിൽ പറയുന്നതാണ്. Anyway, we measure the length of a line segment, the time during the day, the weight of vegetables that we brought from the vegetable seller, the temperature during the day to see how hot or cold it is. അങ്ങനെ നമ്മൾ പല തരത്തിലുള്ള മെഷർമെന്റിൽ വരും. ഇന്ന് ഇത്രയും മഴ പെയ്തു, അല്ലെങ്കിൽ ഇത്ര ചൂടുണ്ടായിരുന്നു, ഇത്ര ഡിഗ്രി തണുപ്പുണ്ടായിരുന്നു, ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇതിന്റെ ഹയസ്റ്റ് ഹോട്ട് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല രീതിയിലുള്ള മെഷർമെന്റുകൾ പറയും അല്ലെ? The speed of the car you are traveling in, etc. Quantities like length, weight. Weight means here mass. Mass എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Okay, the quantities like length, നീളം, weight, ഭാരം, time, സമയം, temperature, ഊഷ്മാവ്, and speed that can be measured are physical quantities. നമ്മളിങ്ങനെ മെഷർ ചെയ്യുന്ന ഓരോന്നും physical quantities ആണ്. Long ago, people used the foot and footstep, the hand span or the arm cubit to measure length. Long ago, there were no standard units of measurement. At that time, they were using some. All you have to on your video. എല്ലാവരും വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് എവിടെ പോയിരിക്കുകയാണ്? ജസ്റ്റിസ്, ശ്രീവിഷ്ണു, ജോയൽ, നിജാദിന് പിന്നെ വീഡിയോ ഓൺ ആക്കിയാൽ നെറ്റ് പ്രോബ്ലം. ഹെവൻ, ആരോമൽ, എല്ലാവരുടെയും വീഡിയോ വരട്ടെ. നിജാദിന് ബുദ്ധിമുട്ടാണ് ഓൺ ആക്കേണ്ട, കാരണം നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹെവൻ, ശ്രീവിഷ്ണു, ആരോമൽ. എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ട് ശ്രീവിഷ്ണു. ഓഹോ, എന്നിട്ട് ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ പ്രോബ്ലംസ്.
എന്നാലും എപ്പോഴും ഓഫ് ആക്കി വെക്കണ്ട കേട്ടോ. ക്ലാസ് ശ്രദ്ധിച്ചോണേ. ശരി. ഹെവൻ എന്താ മോനെ ഓഫ് ആക്കി വെക്കുന്ന വീഡിയോ? ഓഫാക്കി വെക്കുന്നില്ല മിസ്, ഓഫായി പോകുന്നു. ഓഫായി ഞാൻ കാണുന്ന പോകുന്നതാണോ? എന്റെ വീഡിയോ ഓണാ. അതെയാ, ഞങ്ങൾക്ക് ഇവിടെ ഓഫാടാ. ഹെവൻ എന്താ നെറ്റ് പ്രോബ്ലം ഉണ്ടോ ഹെവന്? ഇല്ല, ടെസ്റ്റ് എടുക്കാൻ പോയത്. ആഹാ, എന്നും ഉടായിപ്പ് പരിപാടി അല്ലേ? ആരോമലിനോ? ആരോമല് വീട്ടിലല്ലേ മോനെ? For you also net problem? Stuck ആക്കി. Okay, ശരി. Listen now. അപ്പം long ago there was no യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. മീൻസ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഇല്ലായിരുന്നു. എല്ലാവർക്കും എന്താ പറയണ്ടേ, ഒരു കൃത്യമായിട്ട് ഒരു അളവ് ഒന്നിനും ഇല്ലായിരുന്നു. സോ ആ ടൈമില് ആൾക്കാർ എങ്ങനെയായിരുന്നു ഓരോ നടന്നുകൊണ്ടിരുന്നത്? പണ്ടൊക്കെ നിങ്ങൾ ഈ പാലൊക്കെ വാങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കുപ്പി പാല്, 2 കുപ്പി പാല്, 1 ഗ്ലാസ് പാല്, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അല്ലേ? പക്ഷെ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പം എല്ലാ ഗ്ലാസും ഒരുപോലെയാണോ മക്കളെ? സാധാരണ നിങ്ങളൊക്കെ അറിയാം, നിങ്ങളുടെ വീട്ടില് ചില്ല് ഗ്ലാസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ചായ കുടിക്കാൻ വേണ്ടി, അത് തന്നെ ലോങ് ഗ്ലാസ് വിൽ ബി there that we take for juice, isn't it? To supply juice we take a long glass. Some will be this much big one, some will be short one. നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മളിപ്പോ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ some special occasions they will give us 2-3 glasses as a gift. Sometimes when we go to jewelries to buy any jewelry items, they will give some purse or some glasses and all, but they will mark there the shops names and all. നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഇഷ്ടംപോലെ ഗ്ലാസ് കാണുമല്ലോ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, കുറെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചില കടക്കാര് നമുക്ക് ഗ്ലാസ് ഒക്കെ ഫ്രീ ആയിട്ട് തരും. 2-3 ഗ്ലാസ് ഒക്കെ സെറ്റ് ആയിട്ട്. സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണം വാങ്ങുമ്പോൾ, ചില തുണിക്കടയിൽ നിന്ന് തുണി വാങ്ങുമ്പോൾ, ചില ബാങ്കിൽ നിന്ന് ചില സമയത്ത് അങ്ങനെയൊക്കെ കിട്ടിയിട്ടില്ല നിങ്ങളുടെ വീട്ടില്? അതിലൊക്കെ അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. സപ്പോസ് നമ്മളിപ്പം സോന ഗോൾഡിൽ പോയിട്ട് വാങ്ങുവാണ്, ആ ഗ്ലാസ്സിൽ സോന ഗോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് they gave it for their advertisements. അവരുടെ പരസ്യത്തിന് വേണ്ടി തരുന്നതാണ് അല്ലെ? എനിവേ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഗ്ലാസുകളുടെ എല്ലാത്തിന്റെ അളവ് സെയിം ആണോ? അല്ല, there will be differences. Some will be big one, some will be small. Okay. Anyway, long ago people didn't have any standard unit of measurement. എല്ലാവർക്കും ഒരുപോലെ അളവിലുള്ള സംഭവമില്ലായിരുന്നു. അപ്പൊ ഒരേ അളവിലുള്ള മെഷർമെന്റ് ഇല്ലായിരുന്നു. അപ്പൊ ആൾക്കാർ എന്തായിരുന്നു ആക്ച്വലി they were using their cube hand finger arms. നിങ്ങൾ കേട്ടോ 1 മുഴം 2 മുഴം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. 1 ചാണ് നീളമുണ്ട്, 2 ചാൺ നീളമുണ്ട് എന്നൊക്കെ പറയും. പഴയ ആൾക്കാർ അങ്ങനെയാ പറയുന്നത്. മീൻസ് ഇഫ് യു ഹാവ് ഓൾഡ് പേരൻസ് അറ്റ് ഹോം they will tell like that way. അവര് പറയുന്നത്. പിന്നെ എന്നാ നാഴിക, വിനാഴിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴയ ആൾക്കാരാണ് പറയുന്നത്. ഓൾഡ് പീപ്പിൾ ഉണ്ടെന്നില്ല അങ്ങനെ കേട്ടില്ല. അപ്പൊ അവർക്ക് സമയത്തിന് 1 മിനിറ്റ്, 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് അങ്ങനെ ഒരു മെഷർമെന്റിന് പകരം അവര് പറയുന്നത് എന്തായിരുന്നു? 1 നാഴിക നേരത്തെ, 2 നാഴിക, വിനാഴിക, അങ്ങനെയൊക്കെ ഒരാൾ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾക്കൊന്നും അതൊന്നും ഒട്ടും മനസ്സിലാവില്ല അല്ലെ? എന്താണ് ഈ നാഴിക എന്ന് പറഞ്ഞാല്, പിന്നെ വിനാഴിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കൈ ഉപയോഗിച്ച് ഇങ്ങനെ അളക്കുന്നത്? ഇപ്പൊ ഞാൻ പറയാണ്, പണ്ടത്തെ എന്റെ ഇവിടെ ചിത്രത്തിൽ കാണാം, പേജ് 124 one picture is given there. അതിനകത്ത് അളക്കുന്നത് നോക്കിക്കേ. മെഷറിംഗ് ബൈ ഹാൻഡ്, മെഷറിംഗ് ബൈ ഫൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാല് വെച്ച് അളന്നിട്ട് അത്ര അടി നീളമുണ്ട്. അങ്ങനെ. പിന്നെ നെക്സ്റ്റ് മെഷറിംഗ് ബൈ ഹാൻഡ്, കൈ ഇങ്ങനെ വെച്ചിട്ട് അളക്കുന്നത് കണ്ടോ? നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ? ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വെച്ചാല് ഇത് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ അളന്നോണ്ടിരുന്നായിരുന്നു. പക്ഷെ ദിസ് വിൽ നോട്ട് ബി കറക്റ്റ്, ഇറ്റ് വിൽ നോട്ട് ബി ആക്യുറേറ്റഡ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ട് നിങ്ങളോട് പറയണ്ട ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദാറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആ കുഞ്ഞ് നോക്കിക്കേ ടേബിൾ അളക്കുന്നത്. അപ്പൊ ആ കുഞ്ഞ് അളന്നോളന്ന് വരുമ്പോൾ ഹി വിൽ ടെൽ ദാറ്റ് 10 എന്റെ കൈക്ക് 10 കൈ നീളം ഉണ്ടെന്ന് പറയും അല്ലെ? പക്ഷെ വേറൊരാള് എൽഡേഴ്സ്, ഇഫ് ഹിസ് ഫാദർ മെഷർ ദാറ്റ്, വിൽ ഇറ്റ് ബി ദാറ്റ് കറക്റ്റ് 10 തന്നെയായിരിക്കും ഫാദർ അളക്കുമ്പോൾ? അല്ല, because the boy is small, child is small, and his hand or fingers will be very small, and he will be taking small measurement. But his father is a little bigger bigger person, and so his arms will be little big one, isn't it? അപ്പൊ കുഞ്ഞിന്റെ കൈ ചെറുതായിട്ട് കുഞ്ഞ് 10 തവണ അളക്കുമ്പോഴേ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുള്ളെങ്കിൽ
ഫാദറിന് ചിലപ്പോൾ അത് 7 times something completed ആവാം, അല്ലെങ്കിൽ 8 times something completed ആകാം. Father will tell that it is 8 times, but child will tell it is 10 times. So which answer will be correct then? ഏതായിരിക്കും correct answer? Both will not be correct, isn't it? Both രണ്ടും കറക്റ്റ് ആയിരിക്കില്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരാൾ വന്ന് അളന്നു കഴിഞ്ഞാൽ, ചേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ചേട്ടൻ വന്ന് അളന്നു കഴിഞ്ഞാൽ അവിടെയും ഡിഫറൻസ് ഉണ്ടാവും. കാരണം അവന്റെ കൈയും ഇവരുടെ കൈയും മൂന്നളവായി അല്ലെ? അങ്ങനെ. ഇനി ഇവിടെ നോക്കിയ കാല് കൊണ്ട് അളക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, when I was a small child like you, when we were going to school, we didn't have watch and all. When we were going to school, when I was small, I didn't have watch and all. Not only I, almost all the students were not having watches with them. So we were not aware about the times. Sometimes ഈ സ്മോൾ ചിൽഡ്രന്റെ സ്വഭാവമല്ല. ഇന്നിപ്പോ നിങ്ങളൊക്കെ ബസ്സിനും ഓട്ടോയ്ക്കും സ്കൂൾ ബസ്സിലൊക്കെ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. വി യൂസ് ടു വാക്ക് ടു സ്കൂൾ ആൻഡ് ഗോ. ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കൂട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട്. അങ്ങനെ ഇപ്പം പോകുന്ന കുട്ടികളേ ഇല്ല അല്ലെ? എല്ലാവരും സ്കൂൾ ബസ്സിനോ അല്ലെങ്കിൽ ലൈൻ ബസ്സിനോ ഓട്ടോയ്ക്കോ ഒക്കെ പോകുന്നത്. ഈ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ ദൂരാണ് സ്കൂള്. വി ഹാഡ് ടു വാക്ക് 1.5 hour ഡെയിലി, മോർണിംഗ് ആൻഡ് ഈവനിങ്. 3 hours we had to walk too far. Sometimes when it is a mango season, we used to visit all the mango trees to collect the mangoes and to eat. Then when there is gooseberries and all, നെല്ലിക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് പോകുന്ന വഴിക്കൂടെയുള്ള എല്ലാം നെല്ലിമരത്തിന്റെ ചോട്ടിൽ കയറും. പിന്നെന്താ തിന്നാനുള്ള സാധനങ്ങൾ? പുളി. ഇങ്ങനെ കുട്ടികളുടെ ഒരു സ്വഭാവമാണ് ഇങ്ങനെയൊക്കെ അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറില്ലേ? നെല്ലിക്കൊക്കെ കിട്ടിയാൽ എവിടുന്നേലും നെല്ലിമരം ഉണ്ടെങ്കിൽ പോയി കളക്ട് ചെയ്യാറില്ലേ? ഓക്കെ. ഇതുപോലെ ഞങ്ങളും പോകുന്ന വഴിക്ക് ഇത്രയും ദൂരം നടന്നുകൊണ്ട് ഒരുപാട് നെല്ലിയൊക്കെ ഉണ്ട്, മാവുണ്ട്, ചാമ്പയുണ്ട്, എന്താ പറയണ്ടത്, തിന്നേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങള് പറയും. അപ്പൊ ഞങ്ങള് ഇതെല്ലാം പറിച്ച് പെറുക്കി ഞങ്ങൾ സ്കൂളിൽ പോകുന്നു തിരിച്ചു ഇതുപോലെ. അപ്പൊ ഞങ്ങൾക്ക് സമയത്തെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും 9:45 ആകുമ്പോ 9:30 ആകുമ്പോ സ്കൂളിലെത്തില്ല, അടി കിട്ടും. നമ്മൾ പുറത്ത് നിൽക്കണം, അങ്ങനത്തെ ലേറ്റ് ആയിട്ട് വന്നാൽ പുറത്ത് നിൽക്കണം, ഇതൊക്കെയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ നെല്ലിക്കൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പറിച്ച് എവിടെന്നെങ്കിലും നെല്ലിച്ചോട്ടിന്നൊക്കെ പൊറുക്കി പിന്നെ ഓട്ടമാണ്, ഓടി സ്കൂളിൽ പോകും. അപ്പൊ ഞങ്ങൾ സമയം എത്രയായിന്ന് അറിയാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും വാച്ചില്ലല്ലോ. ഞങ്ങൾ എന്ത് ചോദിച്ചാൽ അന്ന് ഞങ്ങളുടെ ഞങ്ങൾ ഈ എന്താ പറയണ്ടേ, നിഴലില്ലേ നമ്മുടെ ഷാഡോ മെഷർ ചെയ്യും. അപ്പൊ നമുക്കറിയാം ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മോർണിംഗ് നമുക്കറിയാം ലെഫ്റ്റ് നമ്മുടെ ഈസ്റ്റ് സൈഡിലാണ് സൺ ഉള്ളത് അല്ലെ? കിഴക്ക് വശത്ത്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പടിഞ്ഞാറ് വശത്തേക്ക് നമ്മുടെ നിഴൽ ഷാഡോ ഉള്ളത്. അപ്പൊ ഞങ്ങൾ അളക്കും എത്ര ഫീറ്റ് ഉണ്ടെന്ന്. എന്നിട്ട് ഏകദേശം ഒരു ടൈമൊക്കെ ഇന്നലത്തെക്കാളും നേരത്തെയാണോ എന്നൊക്കെ അറിയാം. അങ്ങനെ ഒരു ഊഹം വെച്ച. പക്ഷെ അത് ആക്യുറേറ്റ് അല്ല, കറക്റ്റ് അല്ല. അവിടെയും ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായോ? അവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു ആക്യുറേറ്റ് ടൈം എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു, മെഷർമെന്റ് അല്ലായിരുന്നു. അപ്പൊ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. പഴയ കാലത്ത് അവർ ഒന്നെങ്കിൽ കാലോ കൈയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അവര് ടൈം മെഷർ ചെയ്യുമായിരുന്നു. ആ ടൈം എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ടൈം എല്ലാം മെഷർമെന്റ് ആണേലും ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്ലി കറക്റ്റ്. എല്ലായിടത്തും ഡിഫറൻസ് ഉണ്ട്. ഞാൻ അളക്കുമ്പോ എന്റെ നെഴൽ എന്ന് പറയും, ഞാൻ ടോളാണ്. അപ്പൊ എന്റെ നെഴൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറെ വ്യത്യാസം വരും. ഇനി ഷോർട്ട് ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അവരുടെ നെഴൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ അവിടെ ഒത്തിരി വ്യത്യാസം വരും അല്ലെ? സോ ഇവിടെ കണ്ടോ, മെഷർ അളക്കുന്നവർ രണ്ടുപേരും അളക്കുന്നതിൽ വ്യത്യാസം വരും. Long ago, people used to put the footstep, the hand span or the arm to measure length. നിങ്ങൾ ഈ പൂ ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആതിരൊക്കെ പൂ വാങ്ങാൻ പോയിട്ടുണ്ടോ ഒരു കുഞ്ഞെ? ഇല്ല. അപ്പൊ നമ്മൾ പൂ വാങ്ങാൻ പോകുമ്പോ അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്? പൂ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അളവാ, 1 മുഴം പൂവ്, 2 മുഴം പൂവ് അല്ലെ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? പൂ വിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. അവരൊരു പൂ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയിട്ട് 2 മുഴം വേണം, 3 മുഴം, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് വേണം, 50 രൂപയ്ക്ക് വേണം, 100 രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ they will measure like that. They will keep the one end in their finger like that and they will measure till here. ഇവിടം വരെയാണ് അവർ അളക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് വാങ്ങുന്നത് വീണ്ടും ഇങ്ങനെ വെച്ച് they will measure. അത് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷെ വിൽക്കുന്ന ആൾ എപ്പോഴും ഒരേ അളവിൽ തന്നെ ആയിരിക്കും അല്ലെ? ഓക്കെ. പിന്നെന്താ പറയേണ്ടത്? But these units measurement are unreliable because they vary from person to person. There was a need for units of measurement which could be uniformly used by everyone.
such a unit is called standard unit. സോ ഈ പറയുന്ന അളവിലൊക്കെ ഏകദേശം നമ്മൾ അളക്കുമ്പോൾ വ്യത്യാസം വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ആളുകളുടെ സൈസിൽ വ്യത്യാസം വരും. കാരണം ബിഗ് വൺസ് എൽഡർ പീപ്പിൾ ഉണ്ട്, അവർ വലിയ ഉയർന്ന പൊക്കമുള്ള ആൾക്കാരുണ്ടാകും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട്, അപ്പൊ അവരുടെ കൈയും കാലും ഒക്കെ ചെറുതാണ്. അങ്ങനെ മെഷർമെന്റിൽ എല്ലാവർക്കും വ്യത്യാസം വരും. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആവശ്യമാണ്. ഫോർ എവറിബഡി, ഈക്വൽ ഫോർ എവറിബഡി, എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു മെഷർമെന്റ് ആക്കിയതാണ്, അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് യൂസ് യുവർ ഫുഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് യുവർ റൂം ആൻഡ് യുവർ ഹാൻഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് യുവർ ടേബിൾ. നോട്ട് ദ റിസൾട്ട്. ആസ്ക് ആൻ അഡൽട്ട് ടു മേക്ക് ദ സെയിം മെഷർമെന്റ് with his or her foot and hand. Okay, over here one activity has been given. You all have tables at home, isn't it? So you measure the tables length using your hand span. അതായത് കൈ ഇങ്ങനെ ഉപയോഗിച്ച് വരൽ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പൊ പഠിക്കാനിരിക്കുന്നു അല്ലെ ചോറ് കഴിക്കാനിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ടേബിൾ മെഷർ ചെയ്യുക. എത്ര തവണ നിങ്ങൾ അത് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും? Are you sitting near table? Okay, Justice is sitting near table. Jiva, are you sitting near table? Almost all everybody. നിങ്ങൾ നിങ്ങളുടെ ടേബിൾ ഒന്ന് അളന്നേ, കൈ ഉപയോഗിച്ചോ, ഒന്ന് എണീറ്റ് വേഗം നടന്നേ, വേഗം സ്പീഡ്ലി അളക്കുന്ന വിധം അറിയാവല്ലോ അല്ലേ? ഒരു ഡിസ്റ്റൻസ് എടുക്കുമ്പോ എവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ നിന്ന് വേണം അടുത്ത കൈ കൊണ്ട് അളക്കാൻ കേട്ടോ. 7.1. 7.1. 6. ഓക്കെ. 9. 8, 9, 7, 6. ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞതിൽ വ്യത്യാസം വരും. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ടേബിൾ ഒരേ വലിപ്പത്തിലല്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദിസ് ക്ലാസ്, ഇപ്പൊ നിങ്ങൾ അളന്ന മെഷർമെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല 6, 7, 8 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദാറ്റ് മെഷർമെന്റ് യു ഹാവ് ടു നോട്ട് ഇൻ യുവർ നോട്ട്ബുക്ക്. Just to write down. After the class, ask your father or mother who is there at home to measure like that way. ഇപ്പോൾ നിങ്ങൾ അളന്ന പോലെ തന്നെ നിങ്ങളുടെ ഫാദറിനോടോ മദറിനോടോ ക്ലാസ്സിന് ശേഷം അളക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സെയിം അളവ് തന്നെയാണോ അവർക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക. Will it be correct? Same. ഡിഫറൻസ് ഉണ്ടാകാം. ബിക്കോസ് നിങ്ങളുടെ കൈയും നിങ്ങളുടെ മമ്മിയുടെ കൈ അല്ലെങ്കിൽ ഫാദറിന്റെ കൈയും സെയിം ലെന്തിലാണോ ഉള്ളത്? അല്ല, എന്റെ കൈ ഇതാ ഇത്രയും നീളമുണ്ട് അല്ലെ? നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ചാലോ മിസ്സി? ഓഹോ സോ സ്മോൾ സിൻഡിറ്റ്. നിങ്ങളുടെ കൈ ചെറുതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇതുപോലെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതേ അളവ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇപ്പൊ നിങ്ങൾ അളന്നത് ഞാൻ അളന്നു കഴിഞ്ഞാൽ അവിടെ 1, 2 യൂണിറ്റ് കുറവുണ്ടാകും. ഇപ്പൊ 6 അളന്നവർക്ക് ചിലപ്പോ 5 ഉണ്ടാവുള്ളൂ ഞാൻ അളക്കുമ്പോൾ. 8 അളന്നവർക്ക് ചിലപ്പം 7, 6 ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ കൈയുടെ ആ വലിപ്പത്തിന്റെ വ്യത്യാസം. ഓക്കെ, ഇത് നിങ്ങളെ ആഫ്റ്റർ ദ ക്ലാസ് യു ഡു വിത്ത് യുവർ ഹെൽപ്പ് ഓഫ് യുവർ മദർ ഓർ ഫാദർ ഹു ഇസ് ദെയർ അറ്റ് ഹോം. വീട്ടിലുള്ള ആദ്യമാന്ന് വെച്ചാൽ അവരുടെ ഇതിൽ വന്ന് അളന്ന് നോക്കുക കേട്ടോ. സെയിം വേ ഇഫ് യു ആർ മെഷറിംഗ് ദ ലെന്ത് വിത്ത് യുവർ ഫീറ്റ് like this way, difference will be there. Your feet is small, isn't it? And your father's or mother's feet will be bigger than you. നിങ്ങളുടെ മിക്കവാറും മദേഴ്സിന്റെ വലിയ വ്യത്യാസം കാണിയല്ല. മദേഴ്സിന്റെ ഒക്കെ ചിലപ്പം അമ്മേനെക്കാട്ടും വലിയ കാലുണ്ട്. അതെയോ? ഓക്കെ, പക്ഷെ ഫാദേഴ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫാദേഴ്സിന്റെ കാലിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ? വലുതായിരിക്കും നിങ്ങളുടെ കാലിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഡിഫറൻസ് നോക്ക്. ഇനി now measure the length of your room and the length of your table in meters and centimeters using a measuring tape. Ask the adult to do the same. Compare the result. Are they same? By. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ സ്വന്തം വളർന്നത് നിങ്ങളുടെ പേരന്റിനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും എൽഡേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, യു ടേക്ക് ദ മെഷർമെന്റ്. ആ ടേബിളിന്റെ തന്നെ മെഷർമെന്റ് യു ടേക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷറിംഗ് ടേപ്പ് ഓർ സ്കെയില്. നിങ്ങളുടെ ആ ടേബിളിന്റെ ലെന്ത് നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചോ. ലോങ് സ്കെയിൽ, ചെറിയ സ്കെയിലാണ് കുറെ സമയം അളക്കേണ്ടതായിട്ട് വരും. കുറച്ചുകൂടി വലിയ സ്കെയിൽ ഉണ്ട്, 50 സെന്റിമീറ്റേഴ്സിന്റെ ലോങ് സ്കെയിൽ ഉണ്ട് അല്ലെ? അതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഇഫ് യു ഹാവ് ബിഗ് സ്കെയിൽ, നമ്മൾ മാത്സിനൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു സ്കെയിൽ ഇല്ലേ, അങ്ങനത്തെ സ്കെയിൽ ഉണ്ടെന്നൊരിക്കൽ
if you go, when you go to textiles and all, you can see they are using long scale. വലിയൊരു സ്കെയിൽ, 1 മീറ്ററിന്റെ സ്കെയിൽ ഒക്കെ അവർ ഉപയോഗിക്കുന്നത് കാണാം അല്ലെ. കാരണം അവർക്ക് തുണി അളക്കാൻ വേണ്ടി ഈ 10-15 സെന്റിമീറ്ററിന്റെ 20 സെന്റിമീറ്ററിന്റെ ഒക്കെ അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ 1 മീറ്ററിന്റെ ഒക്കെയാണ് വലിയ സ്കെയിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ലോങ് സ്കെയിൽ വലുത്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കെയിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇഫ് യുവർ മദേഴ്സ് ആർ ടൈലേഴ്സ്, ടൈലറിംഗ് സ്കെയിൽ ഈസ് ദർ അല്ലെ. ടൈലറിന്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്ന ടേപ്പ് അവരുടെ കഴുത്തിലൊക്കെ ഇടുന്ന് കണ്ടിട്ടില്ലേ? ടൈലേഴ്സിന്റെ അടുത്ത് ഒന്നെങ്കിലും കണ്ടിട്ടില്ലേ നിങ്ങളുള്ള ടേപ്പ്? അങ്ങനത്തെ ഉണ്ട്. എന്തോ വലിച്ചാലേ വിട്ടാൽ ഉള്ളോട്ട് കയറി പോകുന്ന ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ അത് ദാറ്റ് ഈസ് യൂസ്ഡ് മെയിൻലി യൂസ്ഡ് ബൈ ദ ബിൽഡേഴ്സ്, അതായത് കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയർ, വീടിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നവര്, പിന്നെ അവര് മാത്രമല്ല കേട്ടോ, കാർപ്പൻറ്റേഴ്സ് അങ്ങനെ പണിയെടുക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണ് അത്തരം. അത് കുറേയും കൂടെ നീളമുണ്ട്, 3.5 മീറ്റർ 4 മീറ്റർ കണ്ട് നീളമുണ്ട് അല്ലെ. അവർക്ക് ഇപ്പം ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സിന് നമുക്കറിയാം അവർക്ക് കറക്റ്റ് അളവിലായിരിക്കും അവരുടെ പിന്നെ വർക്കൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കയറി എറിഞ്ഞൊക്കെ പോകും അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് അങ്ങനത്തെ. നമുക്ക് ടൈലേഴ്സിന്റെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹാവ് യു സീൻ ദ ടേപ്പ് ഓഫ് ദ ടൈലർ? തയ്യൽക്കാരുടെ അവര് നമ്മളുടെ ഡ്രസ്സൊക്കെ തുന്നാൻ പോകുമ്പോൾ അളവെടുക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെയോ ഏതെങ്കിലും ഒരു മെഷർമെന്റ് എടുത്തിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ള യൂണിറ്റ് അങ്ങനത്തെ ഇതെടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ അളന്ന ടേബിളിന്റെ ലെന്ത് നോക്കുക. മേ ബി 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റേഴ്സ്, എത്രയോ ആയിക്കോട്ടെ, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം you ask your father or mother to measure with the same instrument that you have used. If you have used a scale, parent also has to use the scale. If you have used a meter scale, they also have to use that meter scale. മനസ്സിലായോ ഇപ്പൊ ഞാൻ പറഞ്ഞത്? നിങ്ങളിപ്പം പറഞ്ഞ നിങ്ങളുടെ കയ്യോ കാലോ ഉപയോഗിച്ച് നിങ്ങൾ അളന്നു അല്ലെ, കൈ ഉപയോഗിച്ച് അളന്നു, അത് നിങ്ങളുടെ പേരന്റിനെ കൊണ്ട് ചെയ്യുക. എന്നിട്ട് രണ്ടുപേരുടെയും അളവ് കൃത്യമാണോ എന്ന് നോക്കുക. അവിടെ ഒരിക്കലും സെയിം ആയിരിക്കില്ല, കാരണം നിങ്ങളുടെ കൈ ചെറുതും ഫാദറിന്റെ കൈ വലുതുമാണ് അല്ലെ. ഓക്കെ, ബട്ട് യു ഹാവ് ടു യൂസ് എ സ്കെയിലോ ടേപ്പോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേ ടേബിൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ അളക്കുക. മനസ്സിലായോ? ആ ടേബിൾ, ഇപ്പൊ അളന്ന ടേബിൾ തന്നെ അളന്നാലും മതി, ഈസി അല്ലേ. അളക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ എത്ര മീറ്റർ ഉണ്ടോ നിങ്ങൾക്ക് കിട്ടിയത് അളവ്, അത് നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം അതേ ഇൻസ്ട്രുമെന്റ് ദാറ്റ് യു ഹാവ് ടു ഗിവ് ടു യുവർ പേരന്റ്, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ അതെ നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ ആണെങ്കിൽ സ്കെയിൽ, മീറ്റർ സ്കെയിൽ എങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഗിവ് ടു യുവർ മദർ ആൻഡ് ആസ്ക് ഹർ ടു മെഷർ അഗെയിൻ. അമ്മേനെ കൊണ്ട് വീണ്ടും ആ സ്കെയിൽ ഉപയോഗിച്ച് അളപ്പിക്കുക. എന്നിട്ട് അമ്മയുടെ അളവും നിങ്ങൾക്ക് കിട്ടിയ അളവും സെയിം ആയിരിക്കുമോ? നോ അല്ല. How many of you say yes? സെയിം ആയിരിക്കും എന്ന് പറയുന്ന ആരൊക്കെയാണ്? അതായത് ആദ്യത്തെ കേസില് കൈ ഉപയോഗിച്ച് അളക്കുന്നു, അത് സെയിം അല്ല എന്ന് നമുക്ക് മനസ്സിലായി, കാരണം നമ്മുടെ കൈയും അമ്മയുടെ കൈയും വലിപ്പ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ തവണ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില് അല്ലെങ്കിൽ മീറ്റർ ടേപ്പ്, അപ്പൊ നമ്മളുടെ അളവും അമ്മയുടെ അളവും തുല്യമായിരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് തുല്യമായിരിക്കും. എന്തുകൊണ്ട്? അത് കറക്റ്റ് ആൻസർ. യെസ്, അമ്മ ഉപയോഗിച്ച അളവും നമ്മൾ ഉപയോഗിച്ച അളവും സെയിം ആണ് അല്ലെ. അപ്പോൾ നമ്മുടെ മെഷർമെന്റ് വിൽ ബി കറക്റ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ഒരു മെഷർമെന്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആക്യുറസി ഉണ്ടാവുള്ളൂ, കൃത്യത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വലുതാകും, കുറച്ച് ചെറുതാകും അങ്ങനെ. പിന്നെ ചില ആൾക്കാർ ഒരു ഉദ്ദേശം വെച്ച് പറയും, ഇപ്പൊ ഒരു 2 മണിയായിട്ടുണ്ട്, ഇപ്പൊ ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പൊ ആ 3 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 മണി ആയിരിക്കണല്ല. മേ ബി 2:35 or 2:45 or 2:50 സംതിങ് ലൈക്ക് ദാറ്റ് വേ, ഓർ 3:15 ആയിട്ടുണ്ടാകും. അവരൊരു ആവറേജ് ആണ്. മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് ഇസ് 3 o'clock. സംവാട്ട് ഇറ്റ് ഇസ് 3 o'clock. അങ്ങനെ ഒരു ഏകദേശം വെച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകുവോ? കൃത്യതയുണ്ടോ? ഇല്ല. പിന്നെ ഇനിയിപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്കുള്ളൊരു ഡിസ്റ്റൻസ്, the distance from your house to our school, you may tell 2 kilometers, maybe 2 kilometers, 3 kilometers, 5.4 kilometers, like that way. പക്ഷെ അത് എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കണം എന്നുണ്ടോ?
നമ്മൾക്ക് കൃത്യമായിട്ട് അളവുണ്ടെന്ന രീതിയിൽ ഓക്കെ കിലോമീറ്ററിനാകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അളവിൽ അങ്ങനെ പറയുന്നല്ല, കൃത്യമായിട്ടുള്ള അളവ് വേണം. അതുപോലെ നമ്മൾ പറയാം നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്ര ദൂരം എത്ര സമയം വേണം സ്കൂളിലേക്ക് എത്താൻ നടന്നിട്ട്. ഇവിടെ അടുത്ത ആരാ ഉള്ളേ? ഓ, നമുക്കൊരു കക്ഷി ഉണ്ടായിരുന്നു, സ്കൂളിന്റെ അടുത്തുണ്ടായിരുന്ന കക്ഷി ഉണ്ടായിരുന്നു തോന്നുന്നു, പോയി അല്ലേ? ഓക്കെ, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഹരിനന്ദാണ്. ആരോമൽ ഉണ്ടായിരുന്നു, ആരോമൽ മുങ്ങി. ഓക്കെ, ഹരിനന്ദ്, ഡു യു നോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം യുവർ ഹൗസ് ടു അവർ സ്കൂൾ? 15 meters. 15 meters. 15 meter? Meter or minutes? ദൂരം എത്രയാന്ന് ചോദിച്ചേ? നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 15 മീറ്ററേ ഉള്ളോ? അതാ റോഡിലേക്ക് ഇറങ്ങുന്ന എത്രയും കാണുള്ളൂ? 15 മീറ്റർ. 50. അത് എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദൂരം ഉണ്ടല്ലോ, 1 കിലോമീറ്റർ ഒക്കെ കാണും ചിലപ്പോ, അല്ലെങ്കിൽ അത്രയും കാണുമായിരിക്കും. 1 കിലോമീറ്റർ ഇല്ലേ? എന്തോമന്? പാഠശാലയിലേക്ക് 1 കിലോമീറ്റർ ആണ്. എന്നാൽ 500 മീറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ, 500 meters, ദാറ്റ് മീൻസ് ഹാഫ് കിലോമീറ്റർ അല്ലേ? ഓക്കെ, ഇനി നമ്മളൊരു സമയം പറയാണ്. നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാൻ ഇത്ര മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നടപ്പിന്റെ അനുസരിച്ചിരിക്കും. ചിലർ സം വിൽ വാക്ക് ഫാസ്റ്റ്ലി, സം വിൽ വാക്ക് സ്ലോലി അല്ലേ? അപ്പൊ നമുക്ക് ചിലർ പറയും 10 മിനിറ്റ് കൊണ്ട് ഞാൻ സ്കൂളിലെത്തും. ചിലർ പറയും എനിക്ക് 25 മിനിറ്റ് വേണം, ബിക്കോസ് ഐ എം വാക്കിംഗ് സ്ലോലി. സം വിൽ ടെൽ ഐ നീഡ് only 8 minutes. By using 8 minutes I will reach there. ഞാൻ 8 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നടക്കും. നമ്മുടെ സ്പീഡിന്റെ അനുസരിച്ചിരിക്കും അല്ലെ? ഹൗ സ്പീഡ്ലി ദാറ്റ് വി വാക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒളിമ്പിക്സിലൊക്കെ പറയുന്നത് 2.3 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു, അവർക്ക് ഫസ്റ്റ് കിട്ടി. ഏകദേശം നമ്മൾ നോക്കുമ്പോ തന്നെ എല്ലാവരും ഒരേ ടൈമിൽ എത്തിയെന്ന് നമുക്ക് തോന്നും അല്ലെ? പക്ഷെ നമുക്ക് അത് ഇങ്ങനെയാ മെഷർ ചെയ്യുന്നത്. അവരുപയോഗിച്ച് ഈവൻ സെക്കൻഡ് വരെ അവര് കണക്ക് കൂട്ടും. എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത്. അതിൽ ഫസ്റ്റ് ആരാണോ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, ഇവിടെ do you understand what is standard unit? Standard unit means the unit of measurement which could be uniformly used by everybody. Uniformly means what? What is the meaning of uniform? Uniform എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Who knows the meaning of uniform? Yes, alike, same. എല്ലാവരും ഒരുപോലെ. നമ്മൾ സ്കൂളില് എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ടാണ് യൂണിഫോം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ യൂണിഫോം ധരിക്കും. സ്കൂളിൽ മാത്രമല്ല, നിങ്ങൾ പോയിട്ടുള്ള കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലും പിന്നെ ഡ്രൈവേഴ്സിന്റെ എല്ലാവർക്കും തന്നെ അങ്ങനെയുള്ള ഒരു സംഘടിത മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും യൂണിഫോം ഉണ്ട്. എല്ലാവരും ഒരേ ഡ്രസ്സിൽ തന്നെ ഒരേപോലെ. യൂണിഫോം മീൻസ് ലൈക്ക് സെയിം. അപ്പൊ ഇവിടെ പറയുന്നത് the unit of measurement which could be uniformly used by everybody. എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും 1 minute is equal to 60 seconds. 1 hour is equal to 60 minutes. 1 kilometer is equal to 1000 meters. ഇങ്ങനെ എല്ലായിടത്തും പോയിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോയിട്ട് 1 ലിറ്റർ പാല് വാങ്ങിച്ചു. നമ്മളെ ഇവിടെ അടുത്തുള്ള മിൽമയിൽ പോയി നമ്മൾ bought 1 liter of milk. And sorry, 1 liter of milk means 1000 milliliter. ഈ 1 ലിറ്ററിന്റെ അളവും നമ്മൾ അങ്ങ് ഉഗാണ്ടയിൽ പോയിട്ട് അല്ലെ അമേരിക്കയിൽ പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 milliliter ആയിരിക്കും. Measurement will be same. There will be no difference at all. മനസ്സിലായോ? What is measurement? You must have measured the length of a line segment using a scale. You may find that the length of the line segment is 10 centimeters. Okay. Scale is a common measurement unit that the students used. Isn't it? Every student of 3rd or 4th standard will be using scale to draw lines and all. You are very familiar with that. And if the teacher asks you to draw 10 centimeters
line segment you will draw using a scale correct 10 centimeter. If you don't have a scale, can you draw a correct 10 centimeter line? You may have this much is the length. And see, look this, all of you look at this. Can you say how many centimeter will be that will be there between these two fingers? 50, Eh? 50, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. 15 ആകാം, 14 ആകാം, 16 ആകാം, 18 ആകാം, 10 ആകാം, അല്ലെ? നമ്മളൊരു ഏകദേശം വെച്ച് പറയുന്നതാണ്. പക്ഷെ വി നീഡ് എ കറക്റ്റ് എമൗണ്ട്. അപ്പൊ നിങ്ങളോട് ടീച്ചർ പറയാണ് ഒരു 5 സെന്റിമീറ്ററിന്റെ ലൈൻ വരയ്ക്കുക, അല്ലെ 10 സെന്റിമീറ്ററിന്റെ ലൈൻ വരയ്ക്കുന്നു പറഞ്ഞാൽ ഇഫ് യു ഹാവ് യൂസ്ഡ് എ സ്കെയിൽ ഇറ്റ് വിൽ ബി കറക്റ്റ് 10 സെന്റിമീറ്റർ. ഇഫ് യു ഡിഡന്റ് യൂസ് എ സ്കെയിൽ the length will be different. Adras length will not be there for harnadinte length ആയിരിക്കില്ല, justiceന്റെ ആയിരിക്കില്ല, joint എല്ലാം അവരുടെ ഡിഫറെന്റ് ആയിരിക്കും, അല്ലേ? But if you are using a scale and drawing, your length will be same. So notice the measurement consists of two parts, a number and the name of unit of measurement. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ സാധാരണ നമ്മള് 1 second. What is this? 10 centimeter. centimeter. What is this? 1 liter. 1 liter. Do you know what is this? 56 seconds. 56 seconds. Okay. Three kilometers, isn't it? So ഓരോ മെഷർമെന്റിലും 2 segments will be there. 2 step ആയിട്ടാണ്. One will be one number and another one will be some indications. ഇവിടെ 10 is a number, centimeter, cm. 1 liter, ഇവിടെ 1 ഉണ്ട്. 56 seconds, 56, 3 kilometers. So ഓരോ നമ്പറും ഉണ്ടാകും. പിന്നെ ആ മെഷർമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഷോർട്ടിൽ എഴുതും. ഇപ്പം CM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ടിൽ എഴുതുന്നത്. ഇനി അറിയത്തില്ലാത്ത ഒരു സെന്റിമീറ്ററിൽ എഴുതും. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഷോർട്ട് ഫോമിലാണ് ലിറ്റേഴ്സ്, സെക്കൻഡ്സ്, മിനിറ്റ്സ്, അവേഴ്സ്, കിലോമീറ്റേഴ്സ്, മീറ്റർ, അങ്ങനെ നമ്മൾ എഴുതുന്നത്, അല്ലെ? സോ in every measurement there will be consisting of 2 parts. One will be the number and the next one will be the name of the unit that we are using. നമ്മള് ഇപ്പൊ CM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അല്ലെ? സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതൊരിക്കലും ഒരു എന്താ പറയുന്നത്, ലിക്വിഡിനെ സൂചിപ്പിക്കാൻ നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയാറില്ല, അല്ലെ? ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല CM. ഓർ നമ്മൾ എന്താ പറയേണ്ടത്, വെയിറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ പറയാറില്ല, അല്ലെ? ഓക്കെ. സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ലെന്തിനെ സൂചിപ്പിക്കാനായിരിക്കും, നീളത്തെ സൂചിപ്പിക്കാൻ. ഇനി ലിറ്റർ എന്ന് പറഞ്ഞാൽ LTR, LITTR അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ml, മില്ലി ലിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ that will be used to indicate any liquids. Next, seconds, minutes, hours, this will indicate the time. Kilometers, that we will use to indicate the kilometers, means the distance. Okay. So every measurement will have 2 parts. One will be a number and the second one will be the name of the unit of measurement that we are using. The number here is 10, the unit is centimeter. Appo ivide 10 centimeter ennu parayumbol 10 centimeter. And 10 is the number and the second one is the unit of measurement there. This unit centimeter is a standard length that is known to us. So when you measure length, you compare the unknown length with this known length.
അപ്പൊ നമ്മൾക്ക് ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലൊരു ധാരണയുള്ളൂ. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ആണ് 1 കിലോമീറ്റർ എന്നുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലേക്ക് വരും അല്ലെ. 10 centimeters means that the length you have measured is 10 times as much as the known unit. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1 സെന്റിമീറ്റർ ആണ്. അത് നമ്മൾ 10 തവണ മെഷർ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. See, our time is up. One more period is there, no? We'll continue in the next class. Okay, bye.